അവിൽ മിൽക്ക് എന്ന സാധാരണ ഭക്ഷണത്തെ ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റി ഇന്ന് ലോകത്തിലെ പലയിടങ്ങളിലായി 35ഓളം ഔട്ട്ലെറ്റുകൾ തീർത്ത മൗസിയയുടെ സാരഥി അസർ മൗസിയാണ് ഇന്ന് നമ്മളോടൊപ്പം ദ ബെസ്റ്റ് സെല്ലറിൽ. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് അവിൽ മിൽക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെ ഒരു മികച്ച ബ്രാൻഡാക്കി മാറ്റണം എന്ന ചിന്ത വന്നത് എപ്പോഴാണ്? 39 വർഷത്തെ പാരമ്പര്യവും അവർ കൈമാറ്റം ചെയ്യപ്പെട്ട രുചിക്കൂട്ടും അതാണ് ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള വിശ്വാസവും അവർ ഒഴുകിയെത്താനുള്ള ഒരു കാരണവും. 1985 എൻ്റെ പിതാവ് പെരിന്തൽമണ്ണയിൽ ചെറിയൊരു കൂൾബാർ തുടങ്ങിയെന്നാണ് തുടക്കം. സിംല കൂൾബാർ എന്നായിരുന്നു പേര്. സാധാരണ കരിമ്പ് ജ്യൂസ്, ലൈം ജ്യൂസ്, ഇളനീർ ജ്യൂസ് ഇതൊക്കെയാണ് അന്ന് കൊടുത്തിരുന്നത്. പിന്നീട് എൻ്റെ പിതാവിൻ്റെ മരണ ശേഷം ബ്രദർ ഏറ്റെടുത്തു. ബ്രദർ അത് എനിക്ക് കൈമാറി. അങ്ങനെ 2020 നമ്മൾ റീബ്രാൻഡ് ചെയ്ത് മൗസി എന്ന് പറഞ്ഞ പേര് കൊടുത്ത് ഇന്ന് കാണുന്ന മൗസി ഉണ്ടായത്. ഏതൊരു കമ്പനിയെ പറ്റിയിട്ടും സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. മൗസിയുടെ എങ്ങനെയാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്ര? നിലവിൽ മൗസിക്ക് 32ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. 4 രാജ്യങ്ങളിൽ ഞങ്ങളെ പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ, മാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി എന്നീയിടങ്ങളിൽ 6 ഷോപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു 2 മാസം കൊണ്ട് ഒമാനിൽ മൗസി ഓപ്പൺ ആകും. 2030 8 രാജ്യങ്ങളിലായി 100ഓളം ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബനാന ബേസ്ഡ് ഫുഡ് ബ്രാൻഡാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത്. ഏതൊരു ബ്രാൻഡും ജനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസം വേണമല്ലോ. മൗസിയെ 2 കൈയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കാനുണ്ടായ പ്രധാന കാരണം എന്തായിരിക്കാം? മൗസിയുടെ തുടക്ക സമയത്ത് ഈ ഒരു ആൾക്കൂട്ടൊക്കെ കണ്ടപ്പോൾ പല ആളുകളും പറഞ്ഞിരുന്നു ഇതൊരു ട്രെൻഡാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാരണം പല ഉദാഹരണങ്ങളും അതിനുണ്ടായിരുന്നു. ആദ്യം ആൾ കൂടും, പിന്നീട് ഒരാളുകളും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊരു ട്രെൻഡല്ല. കാരണം അവിൽ മിൽക്ക് എന്ന് പറയുന്നത് രസത്തിന് വേണ്ടി കഴിക്കുന്ന ഒരു സാധനം മാത്രമല്ല, ഒരു വിശപ്പ് മാറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആക്കിയിട്ടാണ് മൗസി എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്ലേസ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്കതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. കാരണം മീൽസ് ഇൻ എ ഗ്ലാസ്, ഒരു നേരത്തെ ഭക്ഷണം കുറഞ്ഞ ചിലവിൽ നല്ല രുചിയോടുകൂടി എല്ലാ ന്യൂട്രീഷൻ വാല്യൂം കൊടുത്ത് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് കൊടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ ഇതിന് നിലനിൽപ്പുണ്ട്. ലോകം എത്ര കാലം നിലനിൽക്കുന്നു അത്രത്തോളം ഇതിന് നിലനിൽപ്പുണ്ടെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. 2020 മാർച്ച് 1 മൗസി പെരിന്തൽമണ്ണയിൽ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കുന്നത്. ആ മാസം തന്നെ 18 ലോക്ക്ഡൗണുമായി. പിന്നീട് 2 മാസം വീട്ടിലിരുന്നു. ഒരിക്കലും പിന്നെ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്താണ് ബേക്കറികൾക്ക് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ബേക്കറികൾ ഓപ്പൺ ആക്കുക എന്നൊരു ഇത് വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മൗസി ഓപ്പൺ ആക്കി. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു അന്ന് അവിടെ കണ്ടൊരു കാഴ്ച. കാരണം ആളുകൾ ജനക്കൂട്ടം കൂടി, റോഡ് ബ്ലോക്കായി, ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതുകൊണ്ട് പോലീസുകാർ പ്രശ്നങ്ങളായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു ഊർജ്ജം, ആ ഒരു ഊർജ്ജം കൊണ്ട് ആ കോവിഡ് സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ 3 ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആക്കി. കോഴിക്കോട് ഓപ്പൺ ആക്കി, മലപ്പുറത്ത് ഓപ്പൺ ആക്കി, മണ്ണാർക്കാട് ഓപ്പൺ ആക്കി. പിന്നീട് കണ്ടത് ഞങ്ങളൊരു വലിയൊരു ജേർണിയായിരുന്നു. പിന്നെ ഞങ്ങളത് കാണാൻ സാധിച്ചത്. ഏതൊരു ബിസിനസ്സും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. ഞങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാലങ്ങളായിട്ട് കാണുന്ന ഒരു സംഭവം, ഞാൻ കുട്ടിയാണ് മുതലേ മാർക്കറ്റിലെ തൊഴിലാളികളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ മാർക്കറ്റിൽ ഞങ്ങളുടെ ഷോപ്പ്. അപ്പോൾ ആ തൊഴിലാളികളൊക്കെ ഹെവി ഫുഡ് കഴിച്ചാൽ അവരിങ്ങനെ വേർത്ത് ഒരു ഉറക്കം തൂക്കിയിരിക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അവർ അന്ന് കഴിച്ചിരുന്നൊരു സംഭവം, ചോറ് അന്ന് ഉച്ചക്കത്തെ ചോറ് ഒഴിവാക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഒരു അവിൽ മിൽക്ക് കുടിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ അന്നും നമ്മൾ സ്കൂളത്തെ കുട്ടികൾ കഴിച്ചിരുന്നൊരു സംഭവമായിരുന്നു, ചെറിയൊരു പൈസക്ക് ഒരു അവിൽ മിൽക്ക് വാങ്ങും. അപ്പോൾ ആ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുമ്പോൾ ആ ഹെവിനെസ് പോകാനും, അല്ലെങ്കിൽ ആ എല്ലാ ന്യൂട്രീഷനും ഒരു ഗ്ലാസ്സിൽ, മീൽസിൻ്റെ ഗ്ലാസ്, ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ അവിൽ മിൽക്കിനെ ഒരു ബ്രാൻഡ് ആക്കിയതും ആളുകൾ ഇപ്പോൾ അവിൽ മിൽക്ക് കുടിക്കുന്നു. അവിൽ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ബേക്കറികളിലും ഒക്കെ മാത്രം ഉണ്ടാവുന്ന ഒരൊറ്റ വെറൈറ്റി മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വെറൈറ്റികളിലേക്ക് എത്തിയത്? അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയാം. ബ്രദറിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കോയമ്പത്തൂർ സിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു 6 മാസത്തോളം നിൽക്കേണ്ടി വന്നു. ക്യാൻസച്ചിലായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ക്രൗഡും കുറേ ആളുകളൊക്കെ കണ്ടപ്പോൾ വലിയൊരു ബിസിനസ് സാധ്യതയോടെ ഉണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ജ്യൂസ് ഷോപ്പ് ഇട്ടുകൂടാ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഉക്കടം ബസ് സ്റ്റാൻഡിനുള്ളിൽ ചെറിയൊരു ജ്യൂസ് ഷോപ്പ് ഇട്ടു. കുറേ ജ്യൂസുകളും കുറേ ഫ്രൂട്ടുകളും വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ഷോപ്പ്. അങ്ങനെ ഷോപ്പ് നന്നായിട്ട് പോയി. ഒരു 20-25 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നോട്ടീസ് വന്നു. ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൂടി ഒരു പാലം വരികയാണ്, ഒരു ബ്രിഡ്ജ്.
അപ്പോൾ അത് ഷോപ്പിൻ്റെ മുകളിൽ കൂടിയാണ് പോണത്. അപ്പോൾ ഈ ഷോപ്പ് പൊളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വളരെ വിഷമത്തോടു കൂടി ആ ഷോപ്പ് പൂട്ടി അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ ഞങ്ങൾ ആദ്യത്തെ ഷോപ്പായിട്ടുള്ള സിംല കൂൾ ബാർക്ക് കൊടുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വന്നു. അപ്പോൾ നമ്മളെ സ്റ്റാഫുകൾക്ക് ഭയങ്കര ഇടങ്ങാറ്, കുറേ സാധനം ഇവിടെ ഉണ്ട്, എന്നാൽ സാധനം ഒന്നും ഞങ്ങളോട് വിൽക്കണമില്ല. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടേ ചോദിച്ചു അവന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യേ, നമുക്കിത് ഫുഡാണല്ലോ, വേസ്റ്റ് ചെയ്യണ്ട. ഈ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്ത് ചെയ്യേ, ഇത് കൊടുക്കുക. അവിൽ മിൽക്കിൽ ഇപ്പോൾ മാംഗോ ആണ് കൂടുതലുണ്ടായത്. മാംഗോ അവിൽ മിൽക്കിൽ മാംഗോ ഇട്ടിട്ട് കുറച്ച് ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് മാംഗോ അവിൽ മിൽക്കാണെന്ന് പറഞ്ഞ് കൊടുക്കാറ്. എന്താണ് നമ്മൾ അഭിപ്രായം കൂടെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ വന്നു, സുഹൃത്ത്. അപ്പം പറഞ്ഞു, ഞങ്ങൾ പുതിയൊരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് കൊടുത്തു. അങ്ങനെ അവൻ കഴിച്ചു പോയി. കാര്യമായിട്ടൊന്നും അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം അവർ രണ്ടാളെയും കൂട്ടിയിട്ട് വന്നു. ഇന്നലത്തെ എന്താ മറ്റു സാധനം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഉണ്ട് പറഞ്ഞിട്ട് അത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പേരെന്താ ചോദിച്ചു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേരാണ് മാംഗോ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ആ മാംഗോ അവിൽ മിൽക്ക് ഞങ്ങൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഐറ്റം. പിന്നെ ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു ഇത് കിട്ടി, ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഫ്രൂട്ടുകളൊക്കെ കയറി വരുമ്പോൾ അല്ലെങ്കിൽ വേറെ വേറെ രുചിയിൽ അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി അവിൽ മിൽക്ക് കൊണ്ടുവന്നു, പേരക്ക കൊടുന്നു, പിന്നെ കിവിൻ്റെ അവിൽ മിൽക്ക് കൊടുന്നു, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, അങ്ങനെ 8-10 അവിൽ മിൽക്ക് ഞങ്ങൾ ലോഞ്ച് ചെയ്തു. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഒരു മൗസിയുടെ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ്. ഷിംല കൂൾ ബാർക്ക് തന്നെ നമ്മൾ 10 വെറൈറ്റി അവിൽ മിൽക്ക് നമ്മൾ സെർവ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു 2017-18 സമയത്തായിരുന്നു ഈ ഫുഡ് വ്ളോഗേഴ്സിൻ്റെ ഒരു വരവ്. അപ്പോൾ അവരുടെ ഒരു വരവിലൂടെ നമ്മളെ ഷോപ്പ് അറിയപ്പെടാൻ തുടങ്ങി. അതിൽ ആദ്യം ബാസിം ബ്ലൈറ്റർ നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു ഫുഡ് വ്ളോഗറാണ്. അവൻ വന്നിട്ട് നമ്മൾ സിംല കൂൾ ബാറിൻ്റെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ടിക്ടോക്കിൽ നിന്നുണ്ടായിരുന്നു. ടിക്ടോക്കിൽ ഭയങ്കര റീച്ചായി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഫാമിലീസും ഒരുപാട് ആളുകൾ നമ്മളെ ഷോപ്പിലേക്ക് വന്നു. പക്ഷേ ഞാൻ കണ്ടൊരു കാഴ്ച, ഞങ്ങളെ ഷോപ്പിൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് നിന്ന് വരുന്ന മടങ്ങിപ്പോകുന്നൊരവസ്ഥ. അപ്പോൾ അന്നത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഒരു നല്ല ഫാമിലീസിനൊന്നും വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമോ ഒരു അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസോ ആയിരുന്നില്ല അവിടെ. അപ്പോൾ അവർ എൻ്റെ കൺമുമ്പിൽ മടങ്ങി പോകുന്നൊരവസ്ഥ. ഞാൻ അങ്ങനെ ആലോചിച്ചു, ലോകത്തിലെ ഏറ്റവും നല്ല അവിൽ മിൽക്കിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ അവിൽ മിൽക്ക് എൻ്റെ കയ്യിലുണ്ടായിട്ട് പോലും അത് കഴിക്കാൻ ആൾക്കാർ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് മടങ്ങി പോകുന്നൊരവസ്ഥ. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഇതിനെ പുറത്തെത്തിക്കണം, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസിൽ ഇതിനെ സെർവ് ചെയ്യണം. അങ്ങനെയാണ് മൗസി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് തുടക്കം കുറിക്കണമെന്ന് ഞാൻ ഇന്ന് തീരുമാനിച്ചത്.